SI സെലക്ഷൻ കിട്ടിയ ഞാൻ ട്രെയിനിങ് ക്യാമ്പ് ഉപേക്ഷിക്കണമെന്നോ? നിങ്ങൾക്കൊക്കെ എന്താ അട്ടായോ? എനിക്ക് പോണം, പോയേ പറ്റൂ. മോളെ, മോൾക്ക് നടത്തിയിരിക്കുന്നത് ഒരു മേജർ സർജറിയാ. പോരാത്തതിന് തോളെല്ലിൽ ഒരു സ്റ്റീൽ റോഡ് ഇട്ടിട്ടുണ്ട്. 2 മാസത്തെ പൂർണ്ണ വിശ്രമോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് പോലീസ് യൂണിഫോം ഇടാൻ പറ്റില്ല അല്ലേ? സങ്കടപ്പെടാതെ മോളെ. ഈ സങ്കടവും നിരാശയൊക്കെ താൽക്കാലിക. ജീവിതം അങ്ങനെ, അത് നമ്മൾ വിചാരിച്ച വഴിക്ക് പോകണമെന്നില്ല. ഈ SI ഉദ്യോഗം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാന വാക്കൊന്നുമല്ല. ഇതിനേക്കാളും വലിയ എന്തോ ഒരു ജോലി മോളെ കാത്തിരിക്കുന്നുണ്ട്. അതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. 2 മാസത്തെ റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് പുതിയ ജോലികളെ കുറിച്ച് ചിന്തിക്കണം. ആ സമയത്ത് ഏതെല്ലാം എക്സാം എഴുതാൻ പറ്റുമോ അതെല്ലാം കോൺഫിഡൻസോടെ എഴുതണം. ജീവിതം പൊരുതാനുള്ളതാ, പൊരുതി നേടാനുള്ളതാ. അഭി പറഞ്ഞു തന്നെയാ മോളെ എന്റെ ശരി. ഓരോന്നോർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കരുത്. നീ എന്റെ കൂടെ ബാങ്ക് ടെസ്റ്റ് എഴുത്, ഉറപ്പായിട്ട് നിനക്ക് കിട്ടും. അല്ല, നീ എന്താ ഇവിടെ നിന്ന് കറങ്ങുന്ന? ട്രെയിനിങ്ങിന് പോകുന്നില്ല? നിനക്ക് കിട്ടാത്ത ജോലി എനിക്കും വേണ്ട. നീ എന്ത് മണ്ടത്ര ആദരി പറയുന്ന? ഒടിഞ്ഞത് എന്റെ കയ്യാ, അല്ലാതെ നിന്റെ കൈയല്ല. നിന്റെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല. നീ ട്രെയിനിങ്ങിന് പോയേ പറ്റൂ. എന്റെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മനസ്സിനാ കുഴപ്പം. നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനാടി? എനിക്ക് സാധിക്കാതെ പോയത് നീ നേടണം. നമ്മള് 2 പേരും തകർക്കാനാ നമ്മുടെ ഒറ്റ ശ്രമിച്ചത്. അയാൾ അങ്ങനെ ജയിക്കാൻ വിടരുത്. ഞാനോ തോറ്റുപോയി, ഇനി നീയെങ്കിലും ജയിക്കണം. നീ ജയിച്ച നമ്മൾ 2 പേരും ജയിക്കുന്നതിന് തുല്യമാ. അങ്ങനെ വേണം നമ്മൾ അയാളോട് പകരം വീട്ടാൻ. യൂണിഫോം ഇട്ട് പോലീസ് ജീപ്പിൽ പഞ്ചരത്നത്തിന്റെ മുറ്റത്ത് വന്നിറങ്ങുന്ന ആതിരയാ ഇനി എനിക്ക് കാണേണ്ടത്. അത് നീ എനിക്ക് സാധിച്ചു തരണം. ആരാധ്യ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തില് മോള് കൂടെ ട്രെയിനിങ്ങിന് പോകാരുന്ന അയാൾ പൂർണ്ണമായിട്ടും ജയിക്കും. ഈ കിടക്കുന്ന കൂടപ്പറമ്പിന് വേണ്ടിയെങ്കിലും നീ അത് ചെയ്യണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.